കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞ അപകടം. സമീപത്തുകൂടി നടന്നു പോവുകയായിരുന്ന കുട്ടികൾ ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ഇടിഞ്ഞു വീണ ആ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാട് നിൽക്കുന്നു. അർജുൻ, വലിയ അപകടമാണ് ഒഴിവായത്. കുട്ടികൾ ഓടി മാറിയത് കൊണ്ട് വലിയ ഇഷ്ടികകൾ ശരിക്കും വലിയ അപകടമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ രക്ഷപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ പഴക്കം ചെന്ന മതിലാണോ, എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് അർജുൻ? സ്മൃതി, അതായത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടികൾക്ക് ഒരു അപകടവും സംഭവിക്കാതെ, ഒരു അനിഷ്ട സംഭവവും ഉണ്ടാവാതെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളത്. അഞ്ചരക്കണ്ടി ടൗണിനോട് ചേർന്നിട്ടുള്ള ഇവിടെയുള്ള പള്ളിയുടെ മതിലാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നത്. ആ കുട്ടികൾ ആ സമയത്ത് ചെറിയ ശബ്ദം കേട്ടിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടമൊന്നും സംഭവിക്കാതെ വലിയൊരു ദുരന്തം ഒഴിവാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കുറച്ച് കാലപ്പഴക്കമുള്ള ഒരു മതിലാണ് ഇടിഞ്ഞു വീണത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ ഈ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളും എല്ലാം ചേർന്ന് ഈ ഇടിഞ്ഞ മതിലിൻ്റെ ഭാഗം ഇവിടെ നിന്നും ഈ റോഡിൽ നിന്നും മാറിയിട്ടുണ്ട്. അതായത് അഞ്ചരക്കണ്ടി ടൗണിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ ടൗണിൽ നടപ്പാതകളോ അങ്ങനെയുള്ള മറ്റ് കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നടന്നു പോകാനുള്ള സൗകര്യമൊന്നും തന്നെയില്ല. റോഡിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണ് കുട്ടികൾ എല്ലാവരും തന്നെ നടന്നു പോകുന്നത്. കാലങ്ങളായി ഇവിടെയുള്ള ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒരു നടപ്പാത സ്ഥാപിക്കണം, അതുപോലെ തന്നെ ഇവിടുന്ന് ഈ പറയുന്ന ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ഓവുചാൽ ഉൾപ്പെടെ ഒന്ന് കൃത്യമായ തോതിൽ നന്നാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെയുള്ള പള്ളി കമ്മിറ്റി ഭാരവാഹികളും വ്യാപാരികളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു ഈ സംഭവം? എന്തായിരുന്നു സംഗതി? എന്താ ഇന്ന് രാവിലെ 8:30 ഏകദേശം മദ്രസ വിട്ട് വരുന്ന കുട്ടികൾ വരുന്ന ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇത്. കാരണം പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര മഴ പെയ്ത് ഒരു ഭയങ്കര വെള്ളം വന്ന് മതിലിന് ഇടിയും വലിച്ച് അങ്ങനെ മതിലിൻ്റെ അടിഭാഗത്തൂടെ പോകുമ്പോൾ അത് വൃത്തിയാക്കാൻ നമ്മൾ കുറേ പഞ്ചായത്തുകാരോടും PWD കലക്ടറെല്ലാം കണ്ടതാണ്. ഇതുവരെ അവരത് അവഗണിക്കുന്ന മട്ടിലുള്ളത്. അതിനും അങ്ങേ പകരം വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് ഈ അഞ്ചരക്കണ്ടിനെ. ഭാഗ്യം കൊണ്ടാണ്. ഭാഗ്യം കൊണ്ട് വളരെയും ഭാഗ്യം എന്ന് പറഞ്ഞാൽ പടച്ചോൻ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു ഭാഗ്യം നിന്ന് സംഭവിച്ച ഒരു പെണ്ണുങ്ങൾ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാണ്. 2 കുട്ടികളുണ്ടായിരുന്നു. ഇത് ഈ മദ്രസയൊക്കെ വിട്ട് കഴിഞ്ഞാൽ പ്രധാന ഇതുവഴി തന്നെയല്ലേ കുട്ടികളെല്ലാവരും? ഇതേ ഒരു വഴിയുള്ളൂ. ഈ വഴി പഴക്കമുള്ള മതിലാണോ? ഇല്ല, അത്ര വലിയ പഴക്കമൊന്നുമില്ല. നമ്മളെ പുതിയ മദ്രസൊക്കെ ഒരു ഇപ്പോൾ അടുത്തതാണ്, ഒരു 10-15 വർഷത്തെ പഴക്കം. ഒരു അപകട ഭീഷണി അങ്ങനെയൊക്കെ തോന്നി? ഒന്നും ഉണ്ടായില്ല. വളരെ നല്ല നിലയിൽ നിന്നതാണ്. ഈ ഓവുണ്ട് ഇവിടെ. ഈ വെള്ളം ഇങ്ങനെ ഇതൊരു ഇറക്കത്തിൻ്റെ സ്ഥലമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം മേലെ നിന്ന് ഒട്ടാകെ അടിച്ച് കയറും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ നല്ല രീതിയിലൊരു നല്ല ഇതാക്കുക ഒന്നും കാണില്ല. അതായത് സ്മൃതി, അതായത് പ്രധാനമായും ഇവിടെയുള്ള നാട്ടുകാരും വ്യാപാരികളും എല്ലാം ആവശ്യപ്പെടുന്നത്, അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഈ അഞ്ചരക്കണ്ടി ടൗൺ ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇറക്കത്തിൽ വെള്ളമെല്ലാം തന്നെ കുത്തിയൊലിച്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മതിലിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്നും ഒഴിച്ചു പോയതോ അല്ലെങ്കിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഈ മതിലിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ മതിൽ വളരെ പെട്ടെന്നായിരുന്നു ഒരു തരത്തിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു സൂചനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണിയോ ഇതിനു മുമ്പ് തോന്നാത്ത രീതിയിലുള്ളൊരു മതിലായിരുന്നു. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഇടിഞ്ഞു വീണത്. ഒരുപക്ഷെ വൻ ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കുട്ടികൾ ഓടി മാറുന്ന ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അത്രയധികം ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് ആ CCTVയിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ മേഖലയിൽ ഈ ഓവുചാൽ ഉൾപ്പെടെ നടപ്പാത ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നുള്ള പരാതി നാട്ടുകാർ നിരന്തരമായി ഉന്നയിക്കുന്നതാണ്. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ മദ്രസ കുട്ടികൾ ഉൾപ്പെടെ രാവിലെ 8 മണിയോടുകൂടി അല്ലെങ്കിൽ ആ സമയത്ത് രാവിലെയൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശം കൂടിയാണ് അഞ്ചരക്കണ്ടി. ഈ മേഖലയെല്ലാം തന്നെ കുട്ടികളൊക്കെ ബസ് കാത്തു നിൽക്കുകയും ബസ് കയറുന്നതിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ ആ സമയത്ത്, അതായത് ഒരു 9 മണിയോടൊക്കെ അടുക്കുന്ന സമയമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ കൂട്ടം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സംഭവം ഒരുപക്ഷെ മറ്റൊരു രീതിയിലായി മാറിയനെ. എന്തായാലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആ സംഭവം ഇപ്പോൾ ഒഴിവായിരിക്കുന്നു. ദുരന്തം ഒഴിവായിരിക്കുന്നു, ഒരു അപകടം ഒഴിവായിരിക്കുന്നു. കുട്ടികൾ തലനാരിഴക്ക് തന്നെയാണ് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളുടെ വ്യക്തവുമാണ്. സ്മൃതി, തീർച്ചയായും ശക്തമായ മഴയുടെ ഭാഗമായി തന്നെ പലയിടത്തും ഇത്തരത്തിൽ മതിലിടിഞ്ഞ
സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അതിലിടിയുന്നു. വീടിടിഞ്ഞ് വീണ് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകനും മരിച്ച വാർത്തയും ഉണ്ടായിരുന്നു.